നമസ്കാരം. കേരളം വിട്ടുകഴിഞ്ഞാൽ ഈ മാപ്ര സ്വാതന്ത്ര്യത്തിന്റെ അവസ്ഥ എത്ര പരിതാപകരമാണെന്ന് ഇന്നിപ്പോ ഒരു ദൃശ്യം തെളിയിക്കുന്നുണ്ട്. ഇപ്പോ അങ്കോളയിൽ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ഡ്രൈവർ അർജുന്റെ ജീവനുമായി ബന്ധപ്പെട്ടാണല്ലോ മാധ്യമങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ തീവ്രമായിട്ടുള്ള വാർത്താ കച്ചവടം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കാര്യം അതിന് കൂടുതൽ സെൻസേഷനലിസം കിട്ടിയത് കൊണ്ട് തന്നെ എല്ലാവരും വണ്ടിയും പിടിച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട്. കാര്യം കേരളത്തിൽ ഏതെങ്കിലും ഒരു ദുരന്ത മുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ രക്ഷാപ്രവർത്തകർ തോട്ടിൽ ചാടുകയാണെങ്കിൽ ക്യാമറയും കൂടെ ചാടട്ടെ എന്നുള്ളതാണ് ഇവരുടെ ഒരു സമീപനം. അങ്ങനെ കേരളം വിട്ടുകഴിഞ്ഞാൽ നടക്കുമോ എന്നുള്ളതാണ് നമ്മളൊന്ന് പരിശോധിക്കേണ്ടത്. അപ്പോ ഇന്നിപ്പോ അവിടെ ആദ്യം എത്തിപ്പെട്ടത് എന്നുള്ള രീതിയിൽ ബ്രേക്ക് ചെയ്തത് നമ്മുടെ കർണാടകയിൽ നിന്നുള്ള മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ ഏഷ്യാനെറ്റ് ന്യൂസ് ആണ്. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ റിപ്പോർട്ടർ അവിടെ എത്തിയതിനു ശേഷം അദ്ദേഹം ദയനീയമായിട്ട് ആങ്കറിന്റെ ഒരു ചോദ്യത്തിന് പ്രതികരിച്ച ആ വാചകം ഒന്ന് കേട്ടെ. ഇതാണ് മല, ഇവരും ഇങ്ങനെ ഇടിഞ്ഞു താഴ്ന്നിരിക്കുകയാണ്. ഇതിന്റെ ഒരു ഭാഗം മാത്രമാണ്. നമ്മൾ നേരത്തെ കണ്ടത് ഇതിന്റെ മറുഭാഗത്ത് റോഡിന്റെ ആ ഭാഗത്ത് നിന്നായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇവിടെ വരെ മാത്രമേ പ്രവേശമുള്ളൂ. നമുക്കിവിടെ കാണാം പോലീസൊക്കെ ബാരിക്കേഡൊക്കെ വെച്ച് നമ്മളെ മീഡിയകളടക്കം ഇവിടെ തടഞ്ഞിരിക്കുകയാണ്. ഇതിനുശേഷം അങ്ങോട്ട് ഈ നിർമ്മാണ ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ NDRF സംഘത്തിന് മാത്രമാണ്, ഈ തെരച്ചിൽ സംഘത്തിനും ഒപ്പം തന്നെ നിർമ്മാണ ജോലിയിൽ ബന്ധപ്പെട്ടവർക്ക് മാത്രമാണ് പ്രവേശനമുള്ളൂ എന്നാണ് ഇപ്പോൾ നമ്മൾ അല്പം ഡിസ്ട്രിക്ട് കളക്ടറുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ ആരെയും അനുവദിക്കേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്തേക്ക് പോയിക്കൊണ്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാൻ ഇപ്പോൾ തൽക്കാലം നിർവ്വാഹം. കേരളത്തിന്റെ ഒരു പൊതു രീതി അനുസരിച്ച് നമ്മൾ കണ്ടില്ലേ, ആമയിഴഞ്ചാൻ തോടിൽ രക്ഷാപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തകർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാല് വെക്കാൻ പറ്റാത്ത രീതിയിലാണ് മാപ്രകൾ അവിടെ കിടന്ന് അങ്ങോട്ട് മെഴുകിയത്. പോരാത്തതിന് സെൽഫി എടുപ്പ് വരെ ഉണ്ടായിരുന്നു, ഓർമ്മയില്ലേ? അതിലേക്ക് വരാം. അപ്പോ ഇവിടെ ചെന്നപ്പോ ആ റിപ്പോർട്ടർ അല്ലെങ്കിൽ ആ മാപ്ര പറയുന്നത് കേട്ടില്ലേ, ബാരിക്കേഡ് വെച്ച് തിരിച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്ക് രക്ഷാപ്രവർത്തനത്തിലുള്ള ആൾക്കാർക്കും NDRF ഉൾപ്പെടെയുള്ളവർക്കല്ലാതെ വേറെ ആർക്കും പ്രവേശനമില്ല. കളക്ടർ അടുത്ത് ഞങ്ങൾ നെഞ്ചും വിരിച്ചു എന്നിട്ട് ഞങ്ങൾ മാപ്രയാണ് കയറി വട്ടാന്ന് ചോദിച്ചു, വെളിയിൽ പോയി നില്ലേ എന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ ഇവരുടെ സ്വാതന്ത്ര്യം. അതായത് ലിമിറ്റഡ് ആണ്. അവർ കൊടുക്കുന്നത് എന്താണോ അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ മതി. അവിടെ പോയി അത് ചെയ്യാൻ അറിയാം. ഇവിടെയാണ് ഈ സംഭവം അരങ്ങേറിയിരുന്നെങ്കിൽ ഒരു നിലവിളിയും മുറവിളിയും അങ്ങ് ഉയർന്നേനെ. ഇതാ മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഈ നാട്ടിലെ സർക്കാർ, ഇതാ മാധ്യമങ്ങളെ വേട്ടയാടുന്ന എന്നുള്ള രീതിയിലുള്ള നിലവിളി ഉയർന്നേനെ. അവിടെ നിന്ന് നിലവിളിയൊന്നും ഇല്ലല്ലോ. എത്ര പക്വതയോടുകൂടി കാര്യങ്ങളൊക്കെ പിന്നീട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിൽക്കാം. കാര്യം അങ്ങോട്ട് അത് അനുസരിക്കാൻ കയറി ചെന്നാൽ മുട്ടുകാല് തല്ലി ഓടിക്കും. അവന്മാർക്ക് ഇതൊന്നും യാതൊരു പ്രശ്നമല്ല. ഈ കോലും പിടിച്ചുകൊണ്ട് വരുന്നവന്മാരല്ല ആ നാട്ടിലൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ കാണുന്നതാണ്. അപ്പോ ഇത്രയേ ഉള്ളൂ. കാര്യം ഈ നാട്ടിൽ അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സർവാധിപത്യ സ്വാതന്ത്ര്യത്തെ വല്ലാതെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. കാര്യം എന്തിനും എതിരെ നമ്മളിപ്പോ ആമയിഴഞ്ചാൻ തോട്ടിൽ കണ്ടാണ് ആ രക്ഷാപ്രവർത്തകർ ആ മുഷിഞ്ഞ വേഷത്തിൽ ഇതിലിറങ്ങി തപ്പിയിട്ട് കയറുമ്പോൾ അവർക്കൊരു വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ ആഹാരം കഴിക്കാനോ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ കുറെ എണ്ണം വളഞ്ഞു നിന്ന് അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതി കണ്ടതാണ്. എന്തെല്ലാം തരത്തിലുള്ള ദൃശ്യങ്ങൾ അന്ന് കണ്ടില്ലേ? ആ സെൽഫി ദൃശ്യം ഒന്ന് നോക്കിയേ. ദുരന്ത മുഖത്ത് നിന്ന് സെൽഫി എടുക്കുന്ന ടീംസ് ആണ്, കണ്ടില്ലേ? അതിനും തീർന്നില്ല, പിന്നീടും വന്നിട്ടുണ്ട് ഇവരുടെ വീരസാഹസികത എന്നുള്ള നിലയ്ക്കൊക്കെ ഇവർ ഈ തോടിന്റെ വക്കത്തൊക്കെ നിന്ന് ഷൂട്ട് ചെയ്യുന്ന ഒരു കാര്യമൊക്കെ എവിടെ അനുവദിക്കുന്നുണ്ട്? കേരളത്തിൽ. അതൊക്കെ മാധ്യമ സ്വാതന്ത്ര്യം അല്ലേ, വാർത്തയാകട്ടെ, ജനങ്ങൾ അറിയട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. അവിടെ തന്നെ അവർ അനുവദിക്കുന്നത് നിങ്ങൾ കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെയും ജോലിയെ അറിയാം. ഈ നാട്ടിൽ കിടന്ന് കാണിക്കുന്ന തിളപ്പിനപ്പുറം ഇവിടത്തെ അതിർത്തി വിട്ടു കഴിഞ്ഞാൽ മാനവും മര്യാദയ്ക്കൊക്കെ നിൽക്കാനും അവിടെ ഇടപെടാനൊക്കെ അറിയാം. അവിടെ ആവേശ് കുമാരന്മാരൊന്നും ആകുന്നില്ലല്ലോ. അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ഇതാ മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതെന്നൊരു നിലവിളി ഇറക്കി നോക്കിയേ, വിവരം അറിയും. അത്രയേ ഉള്ളൂ. ഇനി ഏത് മാപ്രയാണെങ്കിലും ശരി, അതായത് കേന്ദ്രമന്ത്രിയാണ്, മുമ്പ് കേന്ദ്ര IT മന്ത്രിയായിട്ടുള്ളവരുടെ മുതലാളിയുടെ അടിമകളാണ് ഞാനെന്ന് പറഞ്ഞപ്പോൾ വെളിയിലോട്ട് ഇറങ്ങുന്നില്ലെന്നാണ് ജില്ലാ കളക്ടർ പറഞ്ഞായിട്ട് അറിയുന്നത്. ഇത്രയേ ഉള്ളൂ ഇവർക്ക് മറ്റിടങ്ങളിൽ നൽകുന്ന പരിഗണന. ദേശീയ തലത്തിൽ തന്നെ നോക്കൂ, എവിടെയെങ്കിലും വിശ്വഗുരുവിന്റെ മുന്നിൽ ഇവർ മൈക്കുമായിട്ട് ഓടുന്ന കണ്ടിട്ടുണ്ടോ? ഡൽഹിയിലും ഉണ്ടല്ലോ കുറേയേറെ മാപ്രകൾ. അവിടെ ഒന്നും ചെയ്യില്ല. ഇവിടെ പിണറായി വിജയൻ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ഒളിഞ്ഞും പതുങ്ങിയും നിന്നിട്ട് ഓടിച്ചെന്ന് കയറി കൊടുക്കുന്ന കാണാം. അപ്പോ ഈ നാട്ടിൽ മാത്രമാണ്, ഈ നാട്ടിലുള്ളവരോട് മാത്രമാണ് ഈ രീതിയിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണെന്ന് ബോധ്യപ്പെടുന്നില്ലേ? ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇതിനപ്പുറത്തേക്ക് ഒരു മാധ്യമ സ്വാതന്ത്ര്യവും കേരളം വിട്ട് ഒരിടത്തേക്കും അനുവദിച്ചിട്ടില്ല. അവർ വരയ്ക്കുന്ന ചില ലക്ഷ്മണ രേഖകൾക്കപ്പുറം പ്രവേശനമില്ലെന്ന് പറഞ്ഞാൽ പ്രവേശനമില്ല തന്നെ. ഇവിടെ പലയിടങ്ങളിലൊക്കെ നടത്തുന്ന ഈ കോൺഫിഡൻഷ്യൽ മീറ്റിംഗിലൊക്കെ തള്ളിക്കയറാൻ ചെല്ലുന്നവർക്ക് മാധ്യമ സ്വാതന്ത്ര്യമേ എന്നാണ് കരയുന്നത്. എന്തേ അവിടെ മാധ്യമ സ്വാതന്ത്ര്യം വേണ്ടേ? തൊട്ടടുത്ത സംസ്ഥാനമാണല്ലോ, കോൺഗ്രസ് ഭരിക്കുന്നതാണല്ലോ. പ്രത്യേകിച്ച് ഇവിടെ സതീശന്റെ വാലാട്ടിയായിട്ട് നടക്കുന്നവരാണല്ലോ. ഞങ്ങളുടെ സ്വന്തം മാപ്രകളാണ്, കടത്തിവിടാൻ സതീശൻ വിളിച്ച് പറയാൻ എന്താ? സതീശൻ വിളിച്ച് പറഞ്ഞാൽ എല്ലാം ഓക്കെ ആണെന്നാണല്ലോ പറയുന്നത്. ഇവിടെ സതീശൻ ഉൾപ്പെടെയുള്ള പലരും പറഞ്ഞിട്ട് 4 ദിവസമായിട്ട് ഒരു JCBയും 2 ടിപ്പറുമാണ് അവിടെ മണ്ണ് നീക്കാനുള്ളത്. അതാണ് സതീശന്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ DK ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനത്തിന്റെ അവിടുത്തെ ഗുണമെന്ന് പറയുന്നത്. ഇതൊക്കെയാണ് കേരളം വിട്ടാലുള്ള അവസ്ഥ. ഇവിടെ ആണെങ്കിൽ എന്തുമാകാം.
ഇവിടെ വിട്ടുകഴിഞ്ഞാൽ മാനവും മര്യാദയ്ക്ക് എങ്ങനെയാണ് ഒരു ഡിസിപ്ലിനോടുകൂടി ജോലി ചെയ്യേണ്ടതെന്ന് ഈ മാപ്രകൾ നമ്മുടെ മുന്നിൽ തന്നെ തുറന്നു കാട്ടിത്തരികയാണ്.